വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ഹിന്ദിയാണ് കേട്ടോ. മിഡ് ടേം എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാവുന്ന 2 യൂണിറ്റുകളാണ് ഇവിടെ മിഡ് ടേം എക്സാമിന് ഉണ്ടാവുക. ഒന്ന് നീലി ചിട്ടിയ, രണ്ടാമത്തെ രൂരു. ഈ 2 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ വരാം. അപ്പോൾ അത് ഞാൻ മലയാളത്തിൽ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കിയിട്ട് തന്നെ ഇതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പറയാൻ പോവുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക, ലൈക്ക് ചെയ്യുക. നീലി ചിട്ടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിട്ടിയ പറഞ്ഞാൽ പക്ഷി എന്നാണ്, നീലി പറഞ്ഞാൽ നീല. അപ്പോൾ നീല നിറത്തിലുള്ള ഒരു പക്ഷിയാണ്. അപ്പോൾ ഈ ഒരു കവിത എഴുതിയ ആളാരാണ്? ഹരിവംശറായ് ബച്ചനാണ്. ഇനി വായിക്കാം. ഇതിൻ്റെ ഈ ഒരു കവിതയുടെ ഹെഡിങ് എന്താണ്? നീലി ചിട്ടിയ എന്നാണ്. ചിട്ടിയ എന്താണ്? പക്ഷിയാണ്. അപ്പോൾ നീല നിറമുള്ള പക്ഷിയാണ്. ഇതൊരു കവിതയാണ്. ഇത് എഴുതിയ ആൾ ഹരിവംശറായ് ബച്ചനാണ്. അപ്പോൾ ഇതിൽ നിന്ന് എക്സാമിന് ചോദിക്കാവുന്ന ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? കവിത കാ നാം ക്യാ ഹേ? കവിതയുടെ പേരെന്താണ്? എന്താണ് ഈ കവിതയുടെ പേര്? കവിത കാ നാം നീലി ചിട്ടിയ ഹേ എന്നാണ് അല്ലേ. അപ്പോൾ ഇതിന് നീലി ചിട്ടിയ എന്നാണ് ഇതിൻ്റെ ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് രണ്ടാമത്തെ എന്താണ്? കവി കോൻ ഹേ? കവി ആരാണ്? കവി ആരായിരുന്നു? ഇതിന് മുന്നേ ഞാൻ പറഞ്ഞു, ഹരിവംശറായ് ബച്ചനാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കാം. ചോദ്യം ഇങ്ങനെ വരാം. ചിട്ടിയ കൈസി ഹേ? പക്ഷി എങ്ങനെയാണ്? അതിൻ്റെ ഉത്തരം എന്താണ്? ചിടിയ നീലി ഓർ വിചിത്ര ഹേ? ഉത്തരം എന്താണ്? പക്ഷി നീല നിറമുള്ളതും വ്യത്യസ്തവുമാണ്. അടുത്തത് ചിട്ടിയ ക്യാ കർത്തി ഹേ? പക്ഷി എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ഉത്തരം എങ്ങനെ എഴുതാം? ചിട്ടിയ ഗാത്തി ഹേ ഓർ ഉർത്തി ഹേ? അതായത് പക്ഷി പാടുകയും പറക്കുകയും ചെയ്യുന്നു. ചോദ്യം കവിത കാ സന്ദേശ ക്യാ ഹേ? അതായത് കവിതയുടെ സന്ദേശം എന്താണ് എന്നാണ്. അതിൻ്റെ ആൻസർ എന്താണ്? ഹമേ പ്രകൃതി സേ പ്രേം കർണ ചാഹിയ? അതായത് നാം പ്രകൃതിയെ സ്നേഹിക്കണം എന്നാണ് ഈ ഒരു കവിതയിലൂടെ കവി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി അടുത്തത് നീലി ചിട്ടിയ കഹാം സേ ഉത്തരി? നീല പക്ഷി എവിടെ നിന്നാണ് ഇറങ്ങി വന്നത്? എവിടെ നിന്നായിരുന്നു? ആകാശത്തിൽ നിന്നായിരുന്നു അല്ലേ. അപ്പോൾ അതെങ്ങനെ ആൻസർ ചെയ്താൽ? നീലെ ആസ്മാൻ സേ ഉത്തരി? ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. നീല ആകാശത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതുക? നീലെ ആസ്മാൻ സേ ഉത്തരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലേക് ബുലാ ഓം ലേക്കിൻ മേരെ പാസ്ന ആനെ വാലെ ചിട്ടിയ ക്യോം? എത്ര വിളിച്ചാലും എൻ്റെ അടുത്തേക്ക് വരാത്ത പക്ഷി വരാത്തത് എന്തുകൊണ്ട് എന്നാണ്. ചിട്ടിയ സ്വതന്ത്ര രഹിന ചാഹത്തി ഹേ? എന്തുകൊണ്ടാണ്? പക്ഷിക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണല്ലേ അടുത്തേക്ക് വരാത്തത്. എത്രയായാലും പക്ഷിയെ നമ്മൾ എത്ര ഫുഡ് കൊടുത്ത് നമ്മൾ കൂട്ടിലിട്ടാലും എന്താണ്? പക്ഷി പറക്കാനാണ് ആഗ്രഹിക്കല്ലേ. എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ നിന്ന്. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഈ ഒരു പാഠത്തിൽ, ഈ യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. പേജ് നമ്പർ 13 നമോനിക്കെ അനുസാർ വാക്യ ബനായേ. ഇവിടെ ഈ താഴെ തന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് എന്താണ് താഴെ തന്നിട്ടുള്ളതുപോലെ ഒരു മാതൃക ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മാതൃക എന്താണ് കൊടുത്തിട്ടുള്ളത്? ചിട്ടിയ ചിപ്കർ ഗാത്തി ഹേ? പക്ഷി ഒളിഞ്ഞിരുന്നു പാടുന്നു. ഇനി അടുത്തത് ചിട്ടിയ പാസ് നെഹീം ആത്തി ഹേ? പക്ഷി അടുത്തേക്ക് വരുന്നില്ല. ഇനി അടുത്തത് ചിട്ടിയ ചട് ഉഡ് ജാത്തി ഹേ? പക്ഷി പെട്ടെന്ന് പറന്നു പോകുന്നു. ഇനി ചിട്ടിയ ദാന ഗാത്തി ഹേ? പക്ഷി ധാന്യം കഴിക്കുന്നു. ഇവയാണ് ഈ പേജിൽ തന്നിട്ടുള്ള ആക്ടിവിറ്റീസ്. അതായത് ഇവിടെ എന്താണ്? ഈ മുകളിൽ റൗണ്ട് ഇട്ടിട്ട് ഓരോ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ താഴെ എന്തൊക്കെ എഴുതിയത് ഒന്നുകൂടെ വായിക്കാം. ചിപ്കർ ഗാന, പാസ്ന ആന, ചട് ഉഡ് ജാന, ദാന ഗാന. അപ്പോൾ അതാണ് നമ്മൾ ഈ താഴെ ഈ ഒരു ബോക്സിൽ തന്നിട്ടുള്ളത് കംപ്ലീറ്റ് ആക്കിയത്, ഞാൻ ഇതുവരെ വായിച്ചു തന്നത്. അപ്പോൾ നിങ്ങളിത് ഇവിടെ ഫില്ല് ചെയ്തിട്ട് പഠിക്കുക. അടുത്ത ആക്ടിവിറ്റീസ് നോക്കാം. പേജ് നമ്പർ 14 എടുക്കുക. അവിടെ ഒരു പ്ലാന്റ് പോലെ തന്നിട്ടുണ്ട് അല്ലേ. ആ ലീഫിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് എന്താണ്? സാമാൻ അർത്ഥ് ഢൂംഡെ പതേ ബരെ എന്നാണ്. എന്താണ്? ഒരേ അർത്ഥമുള്ള വാക്കുകൾ കണ്ടെത്തി പൂരിപ്പിക്കുവാനാണ്. അപ്പോൾ നമുക്കിവിടെ ഫില്ല് ചെയ്യാണ്ടല്ലേ. ആദ്യത്തെ ഈ ലീഫിലൊന്നും എഴുതിയിട്ടില്ല, അതിൻ്റെ നേരെ ജൽദി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? ചട് ചട് എന്ന് കൊടുക്കാം.
അടുത്തത് പങ്ക്, പങ്ക് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് പങ്കി എന്ന് എഴുതി കൊടുക്കാം. ഇനി അടുത്തത് ഡാലി, ഡാലി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് എഴുതാം? ശാഖ എന്നാണ് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് പക്ഷി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചിട്ടിയ എന്നെഴുതാം. പിന്നെ അതുപോലെ അനോഖ, അനോഖ എന്നുള്ളിടത്ത് നിരാല എന്നാണ് കൊടുക്കേണ്ടത്. ആകാശ് എന്നാണ്, ആകാശ് എന്നുള്ളതിൻ്റെ മറ്റു വാക്ക് എന്താണ്? ആസ്മാൻ എന്നാണ്. അതൊന്നും കൂടെ വായിക്കാം. ഇവിടെ അതിൻ്റെ അർത്ഥം കൂടെ പറഞ്ഞുതരാം കേട്ടോ. അർത്ഥം നോക്കാം. ജൽദി വേഗം, ജഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, പങ്ക് ചിറക്, പങ്കി പക്ഷി, ഡാലി കൊമ്പ്, ശാഖ മരക്കൊമ്പ്, പക്ഷി പറഞ്ഞാൽ പക്ഷിയാണ്, ചിട്ടിയ കിളി, അനോഖ പറഞ്ഞാൽ വ്യത്യസ്തമായ. അടുത്തത് നിരാല അതുല്യമായ അല്ലെങ്കിൽ വ്യത്യസ്തമായ എന്നാണ്. ആകാശ്, ആകാശം പറഞ്ഞാൽ ആകാശം തന്നെയാണ്. ആസ്മാൻ എന്ന് പറഞ്ഞാൽ ആകാശം. അപ്പോൾ ഇവിടെ ഒരുപോലെ ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പേജിൽ നോക്കൂ, 15ാമത്തെ പേജിൽ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. ഇവിടെ എന്താണ് പറയുന്നത്? പങ്ക്തിയാൻ ഡോണ്ടേ ലിഖേ. ഇതിലെ ഓരോ വരിയും വായിക്കാം. ചീട്ടിയ ഏക് ഡാലി സെ ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹെ. പക്ഷി ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് പറന്നു പോകുന്നു. അടുത്തത് എന്താണ്? ചീട്ടിയ ലോഗോം കെ പാസ് നെഹീം ആത്തി ഹെ. പക്ഷി ആളുകളുടെ അടുത്തേക്ക് വരുന്നില്ല. അടുത്തത് ചീട്ടിയ പത്തോമേ ചിപ്കർ ഗാത്തി ഹെ. പക്ഷി ഇലകൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന് പാടുന്നു. അടുത്തത് വായിക്കാം. ചിടിയ ദാന ഗാക്കർ ജൽദി ഉഡ് ജാത്തി ഹെ. പക്ഷി ധാന്യം കഴിച്ച് പെട്ടെന്ന് പറന്നു പോകുന്നു. ഇനി ഈ 4 വാക്യങ്ങളും കവിതയിൽ നിന്ന് നമുക്ക് വരികളൊന്ന് കണ്ടെത്താം. ഈ വാക്യങ്ങളുള്ള കവിത നമുക്ക് കണ്ടെത്താം. ഇതിലൊന്നാമത്തെ എന്തായിരുന്നു? ചിടിയ ഏക് ഡാലി സെ ദൂസരി ഡാലി പർ ഉഡ് ജാത്തി ഹെ. ഈ വരികൾ വരുന്ന കവിത നമുക്ക് ഏതാ കണ്ടെത്താം. പേജ് നമ്പർ 12 ഇസ് ഡാലി സെ ഉസ് ഡാലി പർ ഉഡ് ഉഡ് ജാനേ വാലി ചിടിയ. അതെന്താണ്? ചിടിയ ലോഗോം കെ പാസ് നെഹീം ആത്തി ഹെ. ഈ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്താം. പേജ് നമ്പർ 12 ലാഗ് ബുലാവും ലേക്കിൻ മേരെ പാസ്ന ആനേ വാലി ചിടിയ. അടുത്തത് എന്താ നോക്കൂ. ചിടിയ പത്തോമേം ചിപ്കർ ഗാത്തി ഹെ. ഈ വരികൾ നമുക്ക് ഇവിടെ നോക്കാം. പേജ് നമ്പർ 11 നോക്കുക. പത്തോമേം ചിപ് ജാനേ വാലി ചിപ്കർ ഗാനേ വാലി ചിടിയ. ഇനി അടുത്തത് രണ്ടാമത്തേത് എന്തായിരുന്നു? ചിടിയ ദാന ഗാക്കർ ജൽദി ഉഡ് ജാത്തി ഹെ. ഇതിൽ ഈ വരികൾ കണ്ടെത്താം. ദാന ഗാക്കർ ജഡ് ഉഡ് ജാനേ വാലി ചിടിയ. അടുത്ത ആക്ടിവിറ്റീസ് നോക്കൂ. പേജ് നമ്പർ 16 ഇതാസെ ചുൻകർ ലിഖേ. യിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് 1 തന്നിട്ടുണ്ട്, ഉഡ്നെ വാലി. ബാക്കിയൊക്കെ കവിതയിൽ നിന്ന് നിങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. അടുത്ത് നമുക്കിവിടെ കണ്ടെത്താം. ഗാനേ വാലി, ജാനേ വാലി, ആനേ വാലി, ചിപ് ജാനേ വാലി, നിരാലി ചിടിയ. അതിനുള്ള ആക്ടിവിറ്റീസ് നോക്കൂ. ഊപ്പർ കെ നമൂനെ കെ അനുസാർ ശബ്ദ് ബനായേ. താഴെ ബോക്സിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? പി ദേക്ക് ബീഘ കർ പറഞ്ഞിട്ടുള്ളത്. മുകളിലെ മാതൃക അനുസരിച്ച് വാക്കുകൾ ഉണ്ടാക്കാനാണ്. മാതൃക എന്താണ്? പി ദേക്ക് ബീഘ കർ ഇവ ഉപയോഗിച്ച് ശരിയായ വാക്കുകൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്കിതിൽ വാക്കുകൾ എങ്ങനെ ഉണ്ടാക്കാം? പീക്കിന, ദേക്കിന, ബീക്കിന, കർണ. ഇതാണ് ഈ ഒരു ആക്ടിവിറ്റീസ്. 17 തന്നിട്ടുണ്ട്. ലാസ്റ്റ് ആക്ടിവിറ്റീസ് നോക്കൂ. പോങ്തിയാം ചോട്ടെ, വരികൾ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ താഴെ കവിത തന്നിട്ടുണ്ട്. ഇവിടെ 4 വരി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൗണ്ട് ഇട്ടിട്ട് ഇവിടെ ഓരോ പിക്ചറുകൾ തന്നിട്ടുണ്ട്. ഇതെന്താണെന്ന് ആദ്യം നോക്കാം. ഗോംസ്ല ബനാന, അതുപോലെ പാനി പീന, പ്യാർ കർന, ബാരിഷ് മേ ഭീഗന. ഈ വരികളിൽ ഇവിടെ കവിത എന്താണ് തന്നിട്ടുള്ളത്? നീലെ ആസ്മാൻ സെ ഉത്തരി, നീലി ഏക്ക് നിരാലി ചിടിയ, ഗാത്തി ഉഡ്നെ വാലി ചിടിയ, ഉടുത്തി ഗാനേ വാലി ചിടിയ, ഹംസ്ല ബനാന, പാനി പീന, പ്യാർ കർണ, ബാരിഷ് മേ ഭീഗന. അപ്പോൾ ഇത്രയാണ് ഇവിടെ എഴുതി ചേർക്കാനുള്ളത്.
അപ്പോൾ ഇതോടുകൂടെ ഈ ഒരു ആക്ടിവിറ്റീസ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് 100% നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാം. ഈ ഒരു ആക്ടിവിറ്റീസും ഇത് എക്സാമിനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പഠിക്കുക. ഇനി ഞാൻ ഇതിൻ്റെ എല്ലാവരും ഇത് തീർച്ചയായിട്ടും പഠിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് നേടാനാവൂ. അപ്പോൾ ഇനിയും എൻ്റെ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ഈ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക.